ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ ആണെന്ന് പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഡാഷ്ബോർഡ് അടക്കം ഫുൾ ബ്ലാക്ക് ആണ്. ഇവിടെ നമുക്ക് വേറെ കളർ ചോയ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നോക്കുന്ന സമയത്ത് എല്ലാം സിമിലർ ആണ്. ഈ ഒരു ഏരിയയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈറ്റ് കളർ വന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും പറയാനില്ല. ലെതർ റാപ്പ് സ്റ്റിയറിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ AC നമുക്ക് ഓട്ടോമാറ്റിക്കായി മാറുന്നുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടത് 5 വരെ നമ്മൾ കണ്ടത് മാനുവൽ AC ആയിരുന്നെങ്കിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ വരുന്നത്. ഇൻഫോടൈമിന്റെ സൈസ് മാറിയപ്പോൾ ബോസിന്റെ പ്രീമിയം സ്പീക്കേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ബാഡ്ജിങ് ഒക്കെ കാണാം. നമുക്ക് ആദ്യത്തെ 3 വേരിയന്റ് നമുക്ക് ഇത്തരത്തിലാണ് ലഭിക്കുക എന്നുള്ളതാണ്. അതിന് മുകളിലേക്ക് HX6 പോയി കഴിഞ്ഞാൽ നമ്മൾ പരസ്യങ്ങളിൽ കാണുന്ന രൂപത്തിലൊരു ഫ്രണ്ട് ലുക്ക് നമുക്ക് ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ്. ബേസ് വേരിയന്റിൽ നമുക്ക് വരുന്നത് 215/60 പ്രൊഫൈലുള്ള 16 ഇഞ്ചിന്റെ ടയർ സൈസാണ്. ഇത് മൂന്നാമത്തെ വേരിയന്റ് HX5 ആണ്. പക്ഷേ ഇതിൽ 15 ഇഞ്ചാണ് ടയർ. അതിനൊരു കഥ പറയാനുണ്ട്. ആദ്യം ബേസ് വേരിയന്റ് കഥ പറയാം. ഏറ്റവും പുതിയ ഹ്യൂണ്ടായി വെന്യൂവിന്റെ വേരിയന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് വിത്ത് ഓൺ റോഡ് പ്രൈസ് വെച്ചിട്ട്. അതിനായിട്ട് ഒരുവിധം നമ്മളെ കൊണ്ട് പറ്റുന്ന വേരിയന്റുകളൊക്കെ നമ്മളിവിടെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. 8 വേരിയന്റിലാണ് ഏറ്റവും പുതിയ ഹ്യൂണ്ടായി വെന്യൂ ലഭിക്കുന്നത്. HX2, HX4, HX5, HX6, HX6T, HX7, HX8, HX10 ഇങ്ങനെയാണ് 8 വേരിയൻസ് വരുന്നത്. അതിൽ ഏറ്റവും ടോപ്പ് മോഡലാണ് ഈ കാണുന്നത്. നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഒക്കെ ഏറ്റവും ടോപ്പ് എൻഡ് നോക്കുകയാണെങ്കിൽ 18.5 ലക്ഷം രൂപ വരും. അതാണ് ഈ ഒരു വേരിയന്റ്. അത് പെട്രോൾ ആകുമ്പോൾ അതിനേക്കാളും കുറയും കേട്ടോ. ഏറ്റവും ഹയസ്റ്റ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ 18,55,000 രൂപയാണ് ഹ്യൂണ്ടായി വെന്യൂവിന്റെ വരുന്നത്. അവിടെ താഴേക്ക് വന്നാൽ 7 ഞാനിവിടെ വെച്ചിട്ടില്ല. 7 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീസലിൽ മാനുവലായിട്ട് മാത്രമേ കിട്ടുള്ളൂ. വേറെ ഒരു എഞ്ചിൻ ഓപ്ഷനും നമ്മുടെ HX7 എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് അത് ഞാനിവിടെ വെച്ചിട്ടില്ല. പിന്നെ ഉള്ളത് നമുക്ക് HX6T എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഇത് അത്യാവശ്യം ഫീച്ചർ ലോഡർ ആണ്. അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യത്തിൽ അധികം ഫീച്ചർ ലോഡർ ആണ് എന്ന് പറയാം. ഇതിന് താഴെയായിട്ട് നമുക്കൊരു HX6 വരുന്നുണ്ട്. അതിനും താഴെയായിട്ട് വരുന്ന HX5 ആണ് ഈ ഒരു വാഹനം. ഇത് അത്യാവശ്യം എന്താ പറയുക, വാല്യൂ ഫോർ മണി ടാഗ് ലൈൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ള വേരിയന്റ് ആണ് നിലവിൽ ഈ ഒരു ലൈനപ്പിൽ എന്ന് പറയാം. പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് എല്ലാ വേരിയന്റും എല്ലാ എഞ്ചിൻ ഓപ്ഷനും നിങ്ങൾക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനും താഴെയായിട്ട് നമുക്ക് HX4 വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ഈ ഒരു ബേസ് മോഡൽ വരാം. ബേസ് മോഡലിൽ നിന്നും ആ ഒരു രണ്ടാമത്തെ വേരിയന്റിലേക്ക് ഏകദേശം നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത് 1 ലക്ഷം രൂപയാണ്. അതിൽ നിന്നും ഒരു 44,000 രൂപ കൂടുതൽ കൊടുത്താൽ മൂന്നാമത്തെ വേരിയന്റ് കിട്ടും. അവിടുന്ന് ഒരു 1,75,000 കൊടുത്താൽ 6 കിട്ടും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓരോ വേരിയന്റും വരുന്ന മാറ്റം ബേസ് വേരിയന്റിൽ നിന്നും ഇതിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അതിന് എത്ര നമ്മൾ കൂടുതൽ പ്രൈസ് കൊടുക്കേണ്ടി വരുന്നുണ്ട്, അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വിശദമായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസ് വേരിയന്റ് നമുക്ക് തുടങ്ങാം. നമ്മൾ ബേസ് വേരിയന്റിന്റെ മാത്രം ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഇത് മാത്രം കാണാം. ഓർണോട് പ്രൈസ് 9,30,000 ഇതിന്റെ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടാതെ ഡീസൽ എഞ്ചിനിലും ടർബോ പെട്രോൾ എഞ്ചിനിലും ഒക്കെ നമുക്ക് ഈ ഒരു വേരിയന്റ് കിട്ടും. അപ്പോൾ HX2 എന്ന് പറയുന്ന ബേസ് വേരിയന്റ് നമുക്ക് ഒരു പൊസിഷൻ ലാമ്പ് LED കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻഡിക്കേറ്റർ ഒക്കെ നമുക്ക് ഹാലജൻ ആണ്. അതുപോലെ LED DRL ഉണ്ട്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. നമ്മുടെ ഗ്രില്ലിനൊക്കെ ഒരു ഗ്ലോസി ബ്ലാക്ക് പെയിന്റഡ് ഗ്രില്ല് വന്നിട്ടുണ്ട്. അതുപോലെ സ്കിഡ് പ്ലേറ്റിനൊക്കെ ഒരു സിൽവർ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബേസ് വേരിയന്റ് ഫ്രണ്ടത്തെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത്. ഒരുപാട് ഫാൻസി ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മുകളിലും ഇവിടെയൊക്കെ ഒരു ഇലിമിനേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം മൊഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ പറയാനുള്ളത്. ഇതിന്റെ മുകളിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1 ലക്ഷം കൂടുതൽ കൊടുത്താൽ HX4 കിട്ടും. അതിന് മുകളിലേക്ക് ഓടുന്ന ഒരു ബേസ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ 1,44,000 കൂടുതൽ കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു HX5 കിട്ടും. പക്ഷേ മുൻവശത്ത് ആകെ ഒരേ ഒരു ചേഞ്ച് നമുക്ക് വരുന്നുള്ളൂ. ഈ ഒരു 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷത്തിനടുത്ത് വ്യത്യാസം ഉണ്ടെങ്കിലും ഈ ഒരു ഗ്രില്ല് കണ്ടോ, ഇത് നമുക്കൊരു ഡാർക്ക് ക്രോമിന്റെ ഫിനിഷ് വന്നു എന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് സിമിലർ ആണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ 3 വേരിയന്റ് നമുക്ക് ഇത്തരത്തിലാണ് ലഭിക്കുക എന്നുള്ളതാണ്. അതിന് മുകളിലേക്ക് HX6 പോയി കഴിഞ്ഞാൽ നമ്മൾ പരസ്യങ്ങളിൽ കാണുന്ന രൂപത്തിലൊരു ഫ്രണ്ട് ലുക്ക് നമുക്ക് ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ആ ഒരു ക്വാഡ് ബീം LED ഹെഡ് ലാമ്പ് യൂണിറ്റ് വന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. പിന്നെ നമുക്ക് നോർമൽ നമ്മൾ ബേസ് വേരിയന്റിലൊക്കെ കണ്ട പോലെ തന്നെയുള്ള DRL പൊസിഷൻ ലാമ്പൊക്കെയാണ്. ഇവിടെ നമുക്ക് ഇപ്പോഴും ഇലിമിനേഷൻ ലഭിക്കില്ല കേട്ടോ. ഇവിടെ നമുക്കൊരു പെട്ടെന്ന് കണ്ടാൽ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്ന പോലെ ഫീൽ കിട്ടുമെന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ HX7 മുകളിൽ അങ്ങോട്ടാണ്. 7, 8, 10 ടോപ്പിൽ 3 വേരിയന്റിലാണ് നമുക്ക് ഇവിടെയൊക്കെ ഇലിമിനേഷൻ വരുന്നുള്ളൂ. അതുപോലെ നമ്മുടെ ഇൻഡിക്കേറ്റർ നോക്കിയാലും ഹാലജൻ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അവിടെയും LED ആവുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ നമുക്കൊരു 7 മുതൽ മുകളിലേക്കാണ് ലഭിക്കുക. പക്ഷേ ഈ ഒരു വേരിയന്റ് മുതൽ നമുക്ക് ഫോളോ മീ ഹോം ഫീച്ചർ, ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ ആഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം. സ്കിഡ് പ്ലേറ്റ് ഒക്കെ സെയിം ആണ് കേട്ടോ, ഒരു മാറ്റമില്ല. അതിന്റെ കളർ, അതിന്റെ തീം കാര്യങ്ങളൊക്കെ സെയിം ആണ്. അത് ഫുൾ ഓപ്ഷൻ വരെ, ബേസ് വേരിയന്റ് തൊട്ട് ഫുൾ ഓപ്ഷൻ വരെ അത് തന്നെയാണ് അവസ്ഥ. ഇനി 7, 8, 10 എന്നുള്ളതിന്റെ ടോപ്പിൽ വേരിയന്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ കാണുന്ന രൂപത്തിലേക്ക് മാറും. ഈ ഒരു ഹൊറിസോൺ LED ലാംപ്സ് ഒക്കെ നമുക്ക് ഇലിമിനേറ്റഡ് ആവും. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ നമുക്ക് LED ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കാണാം വിത്ത് സൈഡ് അടക്കട്ടത്. ഫ്രണ്ടിൽ മാത്രമല്ല, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ വരെ പാർക്കിംഗ് സെൻസർ കാണാം. അത് ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുള്ളൂ. അതിന് താഴെയുള്ള വേരിയന്റിൽ ഒന്നും ലഭിക്കുക. നമ്മളിപ്പോൾ കാണുന്ന HX10 എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അതിൽ ആഡ് ആവുന്ന മറ്റൊരു ഫീച്ചറാണ്
അഡാസിൻ്റെ ലെവൽ 2 ഹ്യുണ്ടായി സെൻസ് എന്ന് പറയുന്ന അഡാസ് ഫീച്ചർ കൂടി നമുക്ക് ഇതിൽ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മുൻവശത്തെ കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത്. ആ ഒരു ലൈറ്റിൻ്റെ കാര്യം വെച്ച് നമുക്ക് വേരിയൻറ്റ് തിരിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്നതാണ്. അതായത് 5 വരെയുള്ള വാഹനങ്ങൾക്ക് ഇത്തരത്തിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആകുമ്പോൾ 6, 60, 7, 8 അവിടെ മുതലാണ് നമുക്ക് ഇത്തരത്തിലുള്ള LED ഹെഡ് ലാമ്പ് യൂണിറ്റ്, ക്വാഡ് ബീം LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മുൻവശം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി സൈഡ് പ്രൊഫൈൽ നമുക്ക് ബേസ് തന്നെ തുടങ്ങാം. സൈഡ് പ്രൊഫൈലിലെ പ്രധാന ആകർഷണം എന്താ വരിക? ടയർ സൈസ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ബേസ് വേരിയന്റ് നമ്മൾ കാണുന്നത്, ബേസ് വേരിയന്റിൽ നമുക്ക് വരുന്നത് 215 60 പ്രൊഫൈലുള്ള 16 ഇഞ്ചിൻ്റെ ടയർ സൈസാണ്. ഇത് മൂന്നാമത്തെ വേരിയന്റ് HX5 ആണ്. പക്ഷേ ഇതിൽ 15 ഇഞ്ചാണ് ടയർ. അതിനൊരു കഥ പറയാനുണ്ട്. ആദ്യം ബേസ് വേരിയൻ്റെ കഥ പറയാം. നമുക്ക് ഡീസൽ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ 16 ഇഞ്ച് ടയർ വരുന്നുണ്ട് ഡീസലിനും ടർബോ എഞ്ചിനും. പക്ഷേ ഒരു നോർമൽ പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയന്റ് മുതൽ ആദ്യത്തെ 3 വേരിയന്റുകളിലും 15 ഇഞ്ചായിരിക്കും നമുക്ക് ടയർ സൈസ് വരിക. അതുകൊണ്ടാണ് ഹയർ വേരിയന്റ് ആയിട്ട് കൂടി ഇത് പെട്രോൾ വാഹനം ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൽ 15 ഇഞ്ച് കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ 16 ഇഞ്ച് നമുക്ക് ബേസ് വേരിയന്റ് മുതലുണ്ട്. അത് കിട്ടണമെങ്കിൽ നമ്മൾ ഡീസൽ അല്ലെങ്കിൽ ടർബോ എഞ്ചിൻ എടുക്കണം. നോർമൽ പെട്രോൾ എഞ്ചിൻ എടുക്കുന്നവർക്ക് ഏത് വേരിയന്റ് എടുത്താലും 15 ഇഞ്ചായിരിക്കും വരിക എന്നുള്ളതാണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, ബാക്കിൽ ഡ്രം ബ്രേക്ക് ആണ്. ഏറ്റവും ടോപ്പിൽ മാത്രം നമുക്ക് ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഇതിന് ബേസ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഫെൻഡറിലാണ് ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത്. ORMൽ ലഭിക്കുന്നില്ല. പക്ഷേ ബോഡി കളർ ORM വരുന്നുണ്ട്. അതുപോലെ ഡോർ ഹാൻഡിൽസിന് നമുക്കൊരു ബോഡി കളർ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻഡിക്കേറ്റർ അതിൽ വരുന്നില്ല എന്നുള്ളത് കേട്ടോ. പക്ഷേ നമുക്ക് ORM ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ഒക്കെ ഈ ഒരു വേരിയന്റ് തന്നെ, ബേസ് വേരിയന്റ് തന്നെ 9,30,000 ഓൺ റോഡ് വില കിട്ടുന്ന വണ്ടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹ്യുണ്ടായി എന്നുള്ളതാണ്. ബാക്കി ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ഇനി അതിൻ്റെ ടോപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് HX4 എന്നുള്ള വേരിയൻ്റാണ് വരിക. അതായത് ഞാൻ പറഞ്ഞില്ലേ 1 ലക്ഷത്തിൻ്റെ കൂടുതൽ കൊടുക്കുമ്പോൾ നമ്മൾ HX4 കിട്ടും. അതിൻ്റെ മുകളിലാണ് നമ്മൾ കാണുന്നത് HX5. പക്ഷേ 4ൽ തന്നെ മറ്റൊരു മാറ്റം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട എല്ലാവർക്കും ഒരു കുറവായി തോന്നിയിട്ടുള്ള ആ ഒരു ഇൻഡിക്കേറ്റർ ഫെൻഡർ എന്ന് മാറിയിട്ട് ഈ ഒരു നമ്മുടെ ORMലേക്ക് കയറുന്നുണ്ട് വിത്ത് ഓട്ടോ ഫോൾഡ് ഫീച്ചർ അടക്കം. അതായത് ബേസ് വേരിയന്റ് നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വേരിയന്റ് തന്നെ നമുക്ക് ഓട്ടോ ഫോൾഡ് അടക്കമുള്ള ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊഴിച്ച് കഴിഞ്ഞാൽ വേറെ മാറ്റങ്ങളൊന്നും സൈഡിൽ പറയാനില്ല. നമ്മൾ ആ ഒരു ആദ്യത്തെ 3 വേരിയന്റിലും ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ടയർ സൈസിൻ്റെ മാറ്റങ്ങൾ മാത്രമേ എടുത്ത് പറയാനുള്ളൂ. അവിടുന്ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് HX6 മുതലാണ് നമുക്ക് കുറച്ചുകൂടി മാറ്റങ്ങൾ വശങ്ങളിൽ എടുത്ത് പറയാനുള്ളത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് റൂഫ് റെയിൽസ് ആണ്. ശരിക്കും റൂഫ് റെയിൽസ് വേണം വെന്യൂന് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ബേസ് വേരിയന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും റൂഫ് റെയിൽസ് വെച്ചോ, എന്നാലാണ് കുറച്ചുകൂടി ഒരു മൊഞ്ച് കൂടി വരുന്നത് എന്നുള്ളതാണ്. ടയർ സൈസിൽ അപ്പോഴും മാറ്റമില്ല കേട്ടോ, സെയിം അതേപോലെയാണ്. അലോയ് ഒന്നും ലഭിക്കുന്നില്ല. HX8ലൊക്കെയാണ് നമുക്കൊരു ഡയമണ്ട് കട്ട് അലോയ്സ് ഒക്കെ ലഭിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ 6T ആണ് നമ്മൾ കാണുന്നത്. അതിന് നമുക്ക് വീൽ ക്യാപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ടയർ സൈസ് 15 ആണ്. അതായത് HX6 ആയിട്ട് കൂടി ഇവിടെ 15 ഇഞ്ചാണ് കാണുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ കാണുന്ന വാഹനം എന്ന് പറഞ്ഞാൽ 1.2 ലിറ്റർ വരുന്ന നോർമൽ പെട്രോൾ എഞ്ചിനാണ്. ഡീസലും നമ്മുടെ ടർബോ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ അത് മാറി നമുക്ക് 16 ഇഞ്ചാവും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി പിന്നെ ഫീച്ചേഴ്സ് ഫുള്ളി ലോഡറായി. നമ്മുടെ രണ്ടാമത്തെ വേരിയന്റ് തൊട്ട് തന്നെ ORMൽ എന്തൊക്കെ ഒരു വാഹനത്തിൽ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പിന്നെ റൂഫ് റെയിൽസ് ആണ് ഇവിടെ ആഡ് ആയത്. പിന്നെ ഒരു ആഡായ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോർ ഹാൻഡിലിനൊക്കെ ഒരു ഡാർക്ക് ക്രോം ഫിനിഷ് വന്നു. ഏത് കളർ ബോഡി എടുത്താലും നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒക്കെ ഒരു ഡാർക്ക് ക്രോം ഫിനിഷ് ആയിരിക്കും ലഭിക്കുക. പിന്നെ ഇവിടെ വലിയ മാറ്റ കാര്യങ്ങളൊന്നും എടുത്തു പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും മാറ്റങ്ങളാണ് ഓരോ വേരിയന്റ് വൈസ് വശങ്ങളിൽ നമുക്ക് വരുന്നത്. ഇനി ഫുൾ ഓപ്ഷനിലേക്ക് വന്നാൽ അല്ലെങ്കിൽ 8, 10 എന്നിങ്ങനെയുള്ള ഫുൾ ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള അലോയാണ് കിട്ടുക. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ഇലക്ട്രിക് വാഹനങ്ങൾ കാണുന്ന പോലത്തെ ഒരു അലോയാണ്. അത്ര വലിയ ഭയങ്കര സംഭവം ഒന്നല്ല. അതുകൊണ്ടായിരിക്കണം നമ്മുടെ ഹ്യുണ്ടായിക്ക് അറിയുന്നതുകൊണ്ടായിരിക്കണം ആ 60 വരെയുള്ള വേരിയന്റിൽ അത് കൊടുക്കാതിരുന്നത്. കാരണം ഇഷ്ടമുള്ളവർ വാങ്ങി അവർക്ക് ഇഷ്ടമുള്ള അലോയ് ഇട്ടോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് അത്ര വലിയ ഭംഗി കാണാനൊന്നും ഇല്ലാത്തൊരു അലോയ് എന്ന് പറയാം. അപ്പോൾ അലോയിനോടൊപ്പം തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 വീലും ഡിസ്ക് ബ്രേക്കും വരും. അത് മാത്രമാണ് വശങ്ങളിൽ ഏറ്റവും ടോപ്പിലേക്ക് വരുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് വശങ്ങളിലെ കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് സൺറൂഫാണ്. സൺറൂഫ് നമുക്ക് വരുന്നത് HX5 എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയന്റ് മുതൽ, അതായത് ഈ വാഹനം നമ്മൾ കണ്ടില്ല, അതായത് ബേസ് വേരിയന്റിൽ നിന്നും 1,44,000 കൂടുതൽ കൊടുത്താൽ കിട്ടുന്ന വേരിയന്റ് എന്ന് പറഞ്ഞില്ല, അതിലാണ് നമുക്ക് സൺറൂഫ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ റാപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് പുറത്തുനിന്ന് സൺറൂഫ് കാണാൻ പറ്റില്ല, നമുക്ക് ഉള്ളിലേക്ക് കയറണം. അതുപോലെ 6T ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ സൺറൂഫ് കാണാം, ഫുൾ ഓപ്ഷനിലൊക്കെ കാണാം. അപ്പോൾ മൂന്നാമത്തെ വേരിയന്റ് തൊട്ടിട്ട് ഹ്യുണ്ടായി വെന്യൂവിൽ നമുക്ക് സൺറൂഫ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി റിയറിൽ നോക്കാം. നമ്മൾ ബേസ് വേരിയന്റ് ആണ് അഗൈൻ തുടക്കം കാണുന്നത്. ഡിഫോഗർ, വൈപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. റിയർ വ്യൂ ക്യാമറ ഇല്ല. പക്ഷേ LED ടൈൽ ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. ആ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ കണക്റ്റഡ് അല്ലെങ്കിൽ പോലും കണക്റ്റഡ് പോലെ തോന്നിക്കുന്ന ഡിസൈൻ കാര്യങ്ങളൊക്കെ ബേസ് വേരിയന്റ് മുതൽ വരുന്നുണ്ട്. വെന്യൂവിൻ്റെ ബ്രാൻഡിങ്, റിയർ പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ലൈറ്റ് തുടങ്ങിയ കാര്യങ്ങൾ അത്രയും ബേസിക് ആയിട്ട് ഒരു വാഹനത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലർ വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിനൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ HX4 എന്ന് പറഞ്ഞ വേരിയന്റിലേക്ക് പോകുമ്പോൾ റിയർ ഡിഫോഗറും റിയർ ക്യാമറയും നമുക്ക് ആഡ് ആവുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് HX5ലേക്കും കണ്ടിന്യൂ ആയി പോകുന്നത്. അതായത് ബേസ് വേരിയന്റ് കഴിഞ്ഞാൽ 4ഉം
5ഉം നമുക്ക് D4 ക്യാമറ ആഡായി വന്നു എന്നുള്ളത് വെച്ചാൽ വേറെ മാറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് റിയർ പ്രൊഫൈലിൻ്റെ കാര്യത്തിൽ കേട്ടോ. ഇനി 6ലേക്ക് വരുമ്പോൾ നമുക്ക് വൈപ്പറും കൂടി ആഡ് ആവുന്നുണ്ട്. ഇത് നമ്മൾ കാണുന്നത് HX6 ആണ്. 660 മുതൽ നമുക്ക് ഇതേ വൈപ്പർ വരുന്നുണ്ട്. ബാക്കിയെല്ലാം പിന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നും ആഡ് ആവാനില്ല. ഡിഫോഗറായി, വൈപ്പറായി, LED ടൈൽ ലാമ്പ് ക്യാമറ ആയി, പാർക്കിംഗ് സെൻസറായി, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ആയി, ഓൾമോസ്റ്റ് എല്ലാം HX60 മുതൽ തന്നെ ഫുള്ളി ഓർഡർ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫുൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ വേറെ ഒന്നും ഇനി ആഡ് ആവാനൊന്നുമില്ല. പിന്നുള്ളത് നമുക്ക് ബോട്ടിലാണ് നമുക്ക് പാർസൽ ട്രേ വരുന്നതും ഈ ഒരു വേരിയന്റ്, അതായത് HX6 മുതലാണ് നമുക്ക് പാർസൽ ട്രേ വരിക. ആദ്യത്തെ 3 വേരിയന്റിലും പാർസൽ ട്രേ ഉണ്ടാവില്ല, അത് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണം എന്നുള്ളതാണ്. ഒരു കാര്യം വരുന്നുണ്ട്, ബൂട്ടിൽ നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബൂട്ട് ലാമ്പ് വരുന്നുണ്ട്. അത് ഏകദേശം ഈ ഭാഗത്തായിട്ട് നമുക്ക് ബൂട്ട് ലാമ്പ് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമാണ് നമുക്കൊരു വ്യത്യാസമായിട്ട് റിയർ പ്രൊഫൈലിലും പറയാനുള്ളത്. ഇനി ഇന്റീരിയറിലാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് മാറ്റം വരുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ബേസ് വേരിയന്റ് തന്നെ ആദ്യം ഇന്റീരിയർ നോക്കി തുടങ്ങാം. ഫുൾ ബ്ലാക്ക് ഇന്റീരിയറാണ് നമുക്ക് ബേസ് വേരിയന്റിൽ ഹ്യുണ്ടായി വെന്യൂവിന് കൊടുത്തിട്ടുള്ളത്. 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. അത് ഡോർ പാഡിൽ നോക്കി കഴിഞ്ഞാൽ അതും ഫുൾ ബ്ലാക്ക് തന്നെയാണ്. ഇൻസൈഡ് ഡോർ ലിവർ മാത്രം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം രസകരമായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ നമുക്ക് ഫാബ്രിക് സീറ്റുകളാണ്, ഫുൾ ബ്ലാക്ക് ആണ് കൂടുതൽ. നല്ല കുഷനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ആംറസ്റ്റ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അതൊക്കെ മിസ്സിംഗ് ആണ്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട് ഉണ്ട്. പിന്നെ പ്രധാന 2 സാധനങ്ങൾ നമുക്ക് AC വെന്റും C ടൈപ്പ് ചാർജിംഗ് പോർട്ടും ബേസ് വേരിയന്റ് തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസ് വേരിയന്റിലുള്ളത്. ഇനി ഇതിൻ്റെ 2ാമത്തെ വേരിയന്റിലും 3ാമത്തെ വേരിയന്റിലും എന്താണ് മാറ്റം, ആകെ ഒരു മാറ്റം വരുന്നുള്ളൂ. നോക്കാം. ഡ്യുവൽ ടോൺ ഇന്റീരിയർ ആവുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. ഇപ്പോൾ സീറ്റിൽ നോക്കിയാലും മനസ്സിലാവും, ഇവിടെ ഒരു ഗ്രേ ആണ്, ഇവിടെ നമുക്കൊരു ബീജിൻ്റെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോഴും 60/40 സ്പ്ലിറ്റ് സീറ്റ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഡ്യുവൽ ടോൺ ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് HX4ലേക്കും HX5ലും വരുമ്പോൾ മാറ്റങ്ങൾ വരുന്നുള്ളൂ. ഇനി HX6ലാണ് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ 6Tയിലാണ്. ഇതിൽ ശരിക്കും നമുക്ക് 60/40 സ്പ്ലിറ്റ് സീറ്റ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, സെൻട്രൽ ആംറസ്റ്റ് ഒക്കെ ലഭിക്കേണ്ടതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്ന വാഹനം ഒരു 1.2 ലിറ്റർ നമ്മുടെ നോർമൽ പെട്രോൾ എഞ്ചിൻ്റെ മാനുവലാണ്. അത് ആയതുകൊണ്ട് തന്നെ ആ ഫീച്ചേഴ്സും നമുക്ക് ആഡ് ആയി വന്നിട്ടില്ല. അതല്ലാത്ത നിങ്ങൾ ഡീസലോ ടർബോ എഞ്ചിനോ ഈ ഒരു വേരിയൻറ്റിൽ എടുക്കുകയാണെങ്കിൽ, അതായത് 6ലോ 60ലോ അതിന് മുകളിലേക്കുള്ള എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 60/40 സ്പ്ലിറ്റ് സീറ്റും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, ആംറസ്റ്റ് അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കിതിലിപ്പോൾ വിസിബിൾ ആയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സൺഷെയ്ഡ് കർട്ടൺ ആഡായി വന്നു എന്നുള്ളതാണ്. അത് 6 മുതലാണ് നമുക്ക് ആരംഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് 6T വരെയുള്ള മാറ്റങ്ങൾ. ഇനി 7ലും 8ലും 10ലുള്ള മാറ്റം ഫുൾ ഓപ്ഷനിൽ കയറി നോക്കാം. അപ്പോൾ N10 എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ്റെ അകത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിലൊരു ഡ്യുവൽ ടോൺ ആവുന്നുണ്ട്, കുറച്ചൊരു നേവി ബ്ലൂവും അതുപോലെ തന്നെ ബീജിൻ്റെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ കാണാം. ആംറസ്റ്റ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. ഇൻക്ലൂഡിങ് നമ്മുടെ നേരത്തെയുള്ള ഡ്യുവൽ ടോൺ ഒക്കെ സീറ്റുകൾ മാത്രം ഒതുങ്ങി നിന്നെങ്കിൽ ഇതിൽ ഡോർ പാഡിൽ വരെ നമുക്ക് ആ ഒരു മാറ്റം കാണാൻ സാധിക്കും. ഫുൾ ഓപ്ഷനിൽ ആ ഒരു ആംറസ്റ്റിൻ്റെ ഭാഗത്ത്, നമ്മുടെ ഡ്രൈവർ ആംറസ്റ്റിൻ്റെ ഭാഗത്ത് വരെ ആ ഒരു ലെതർ ഫിനിഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ടോപ്പിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാറ്റം സംഭവിക്കുന്നത് ടോപ്പിൽ മാത്രമല്ല, N9ൻ്റെ കാര്യം പറഞ്ഞു. HX8 മുതൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് നേവി ബ്ലൂ അതുപോലെ തന്നെ ബീജിൻ്റെ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഇന്റീരിയർ ലഭിച്ചു തുടങ്ങുന്നുണ്ട്. ആകെ നമ്മുടെ ഒരു ഡോർ പാഡിലുള്ള ലെതറും അതുപോലെ സ്റ്റിയറിംഗ് ലെതർ ആവുന്നുണ്ട്. അങ്ങനത്തെ മാറ്റങ്ങൾ മാത്രമേ ടോപ്പിലേക്ക് മാത്രം മാറ്റി വെച്ചിട്ടുള്ളൂ. അതുവരെയുള്ള N8, N10 ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ് ഇന്റീരിയർ എന്നുള്ളതാണ്. ഇനി ഡ്രൈവർ സൈഡ് നോക്കിയാൽ കുറച്ച് ഫീച്ചേഴ്സ് പറയാൻ. ഇതാണ് നമ്മുടെ ബേസ് വേരിയന്റിന്റെ കീ, ഒരു ഫോൾഡബിൾ കീ ആണ്. ഒരല്ല 2 ഫോൾഡബിൾ കീ വരുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ 2nd വേരിയന്റിലും 3rd വേരിയന്റിലും കിട്ടുക. പക്ഷേ 3rd വേരിയന്റിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതായത് എത്തുന്ന സമയത്ത് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പവർ വിൻഡോയുടെ കൺട്രോൾസ്, ലോക്ക് അൺലോക്ക്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിറേഴ്സ്, ഇതെല്ലാം വരുന്നുണ്ട്. ഒരു ബേസ് വേരിയന്റ് ആയിട്ട് കൂടി ഇതൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത് നമ്മുടെ ഒരു മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ് ഇല്ല എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഡി കട്ട് സ്റ്റിയറിംഗ് വീല് സ്റ്റാൻഡേർഡ് ആണ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് സ്റ്റാൻഡേർഡ് ആണ്. ഒരു ബേസ് വേരിയന്റിലാണ് ഇതൊക്കെ. ഇത് നമ്മുടെ MIDയുടെ കൺട്രോൾസ് ആണ്. ഇപ്പുറത്ത് നമ്മുടെ എന്റർടൈൻമെന്റ് കൺട്രോൾസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടിൽറ്റ് അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വരുന്ന ഫീച്ചറാണ്. ഓൺ ആക്കിയാൽ ഇവിടെ ഗ്രാഫിക്സ് സെൻട്രൽ ചെറിയൊരു ക്ലസ്റ്റർ ഒക്കെ ആയിട്ടാണ് നമ്മുടെ MID വരുന്നത്. ഇത്തരത്തിൽ ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇൻഫർടൈൻമെന്റ് നോക്കുകയാണെങ്കിൽ 14.5 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് വന്നിട്ടുള്ളത്. അതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയർ ക്യാമറ നമുക്ക് ബേസ് വേരിയന്റിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ബേസ് വേരിയന്റ് എടുക്കുന്നവർക്ക് ഒരു 6000 രൂപ കൊടുത്താൽ ഒരു ക്യാമറയും കൂടി സെറ്റ് ചെയ്താൽ ഓൾ സെറ്റാണ്. പിന്നെ വണ്ടിയിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ള രൂപത്തിലാണുള്ളത്. അവിടെ താഴേക്ക് വന്നാൽ AC കൺട്രോൾസ് കാണാം. മാനുവൽ AC ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് AC ഒക്കെ വരുന്ന വേരിയന്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഹോം, മാപ്പ്, സെർച്ച് എന്നിങ്ങനെ മീഡിയയുടെ കൺട്രോൾസ് ഉണ്ട്. അതുപോലെ വോളിയം കൺട്രോളൊക്കെ നമുക്ക് ഫിസിക്കൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യമായിട്ട് തോന്നി. അതുപോലെ അവിടെ താഴേക്ക് വന്നാൽ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ C ടൈപ്പ് ചാർജിംഗ് പോർട്ട് 2 എണ്ണം, ഒരു 12 വാട്ട് ചാർജ് സോക്കറ്റ്, മാനുവൽ ഗിയർ ലിവർ കാണാം, ഹാൻഡ് ബ്രേക്ക്, അതുപോലെ ആംറസ്റ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRM വന്നിട്ടുണ്ട്.
ഇത്രയൊക്കെ തന്നെ പറയാനുള്ളത്. നമുക്ക് ഗ്ലോ ബോക്സ് കൂളിംഗ് അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇത് നമ്മൾ ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ ആണെന്ന് പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഡാഷ്ബോർഡ് അടക്കം ഫുൾ ബ്ലാക്ക് ആണ്. ഇവിടെ നമുക്ക് വേറെ കളർ ചോയ്സോ കാര്യങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ വേരിയന്റ് മുതൽ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒരു ബീജിന്റെ കളറൊക്കെ ആയി വരുന്നത് എന്നുള്ളതാണ്. ഇവിടെ അപ്പോൾ ഒരു AC വെന്റിന്റെ അവിടെ മാത്രം നമുക്കൊരു സിൽവർ ടച്ച് ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എവിടെ നോക്കിയാലും നമുക്ക് ബ്ലാക്ക് മാത്രമേ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഗ്ലോ ബോക്സ് ഇതാണ്. AC അതിലേക്ക് കൂളിംഗ് ഫംഗ്ഷൻ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. ഇനി ഇതിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ വേരിയന്റിലേക്ക് പോകുന്ന സമയത്ത് രണ്ടാമത്തെ വേരിയന്റ് ഇത് തന്നെയാണ്. ഇതിൽ നിന്നും ₹1 മാറ്റം അല്ലെങ്കിൽ ഒരു ഫീച്ചർ മാറ്റം ഒന്നും നമ്മൾ HX4 വരുമ്പോൾ ലഭിക്കുന്നില്ല. മാറ്റം വരുന്നത് HX5 അപ്പോൾ HX5 വരുമ്പോൾ കീ നമുക്കൊരു സ്മാർട്ട് കീ ആവുന്നുണ്ട്. മനോഹരമായിട്ട് എന്ന് വായിച്ചെടുക്കാം. അതിൽ സംഭവം കാണാൻ മനോഹരമാണെങ്കിൽ ഇത് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഇതിൻ്റെ ഒരു എമർജൻസി കീ ഉണ്ടല്ലോ, ഇത് ഇത്തരത്തിൽ രണ്ടായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം. ഇതിനുള്ളിലേക്ക് വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ല എന്നുള്ളതാണ്. അത് ചെറിയൊരു പോരായ്മയാണ്. പിന്നെ ഭംഗിക്ക് വേണ്ടി നമുക്കത് വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മൂന്നാമത്തെ വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്ക് പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ ആഡായി വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാന മാറ്റം പറയാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ കുറവായിട്ട് പറഞ്ഞ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ HX5 നമുക്ക് ആഡ് ആവുന്നുണ്ട്. ഇവിടെ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ രണ്ടാമത്തെ വേരിയന്റ് മുതൽ, അതായത് ഇലക്ട്രിക് അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ ബേസ് വേരിയന്റിൽ ഉണ്ടെങ്കിലും ഫോൾഡിങ് നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ വേരിയന്റിലുണ്ട്. അപ്പോൾ ആ കൺട്രോളും കൂടി ആഡ് ആവും എന്നുള്ളതേ ഉള്ളൂ അവിടുത്തെ ഒരു കാര്യം. ബാക്കി ഇവിടെ നോക്കുന്ന സമയത്ത് എല്ലാം സിമിലർ ആണ്. ഈ ഒരു ഏരിയയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈറ്റ് കളർ വന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും പറയാനില്ല. പക്ഷേ നമുക്കൊരു ആംറസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഇതിൽ കാണാനായിട്ട് പറ്റില്ല. കാരണം എഗെയിൻ നമ്മുടെ ഒരു 1.2 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ടാണ്. ഇതിൻ്റെ ഡീസലോ ടർബോ എഞ്ചിൻ എടുക്കുന്നവർക്ക് ഇവിടെ ഒരു ആംറസ്റ്റ് കൂടി നമുക്ക് HX5 എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയന്റിൽ ആഡ് ആയി വരുന്നുണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെയാണ്, സെയിം ആണ് വന്നിട്ടുള്ളത്. എക്സ്ട്രാ നമുക്ക് ഇവിടെ പറയാനുള്ള ഒരു ക്യാമറയുടെ ബട്ടൺ വന്നു. അതായത് രണ്ടാമത്തെ വേരിയന്റ് തൊട്ട് ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ഡെഡിക്കേറ്റഡ് കൺട്രോൾ ഇവിടെ വന്നു എന്നുള്ളത് വെച്ചാൽ ബാക്കിയെല്ലാം നമ്മുടെ ഫീച്ചേഴ്സ് സെയിം ആണ് വന്നുള്ളത്. ഇനി മാറ്റങ്ങൾ വരുന്നത് മൊത്തം 6 മുതലാണ്. HX660 എന്നതിലേക്ക് വന്നാൽ പ്രധാന മാറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാറ്റവും ഡ്രൈവർ സൈഡ് വിൻഡോ നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വരും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീൽ വരും. ഇതിൽ നിന്നിട്ട് എവിടെയെന്ന് ചോദിക്കേണ്ട, നമുക്കിത് എഗെയിൻ പെട്രോൾ ആയതുകൊണ്ടാണ്, പെട്രോൾ മാനുവൽ ആയതുകൊണ്ടാണ് നമുക്കത് കാണാത്തത്. നിങ്ങൾ ടർബോ എഞ്ചിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു വേരിയന്റ് മുതൽ തന്നെ നമുക്ക് ലെതർ റാപ്പ് സ്റ്റിയറിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ AC നമുക്ക് ഓട്ടോമാറ്റിക്കായി മാറുന്നുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടത് 5 വരെ നമ്മൾ കണ്ടത് മാനുവൽ AC ആയിരുന്നെങ്കിൽ ഇപ്പോൾ കൺട്രോളൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീല് തോന്നിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് AC ആവുന്നുണ്ട്, അത്രയും കാര്യങ്ങൾ. പിന്നെ താഴെ നമുക്ക് വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്. പിന്നെ കൂൾഡ് ഗ്ലോ ബോക്സ് നമുക്ക് ഈ ഒരു വേരിയന്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്രയൊക്കെ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ബ്ലൂ ലിങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് 60 വരുന്നുണ്ട്. അതായത് 6ഉം 60ഉം 2 വേരിയന്റ് കൊടുത്തത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ആകെ 3-4 മാറ്റമുള്ളൂ. ബ്ലൂ ലിങ്ക് വരുന്നുണ്ട്, OTA അപ്ഡേറ്റ്സ് ഉണ്ട്. അങ്ങനെ വളരെ കുഞ്ഞ് 3-4 മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു 60 എന്നുണ്ട് എക്സ്ട്രാ ഒരു വേരിയന്റ് നമ്മുടെ ഹ്യുണ്ടായി കൊടുത്തിട്ടുള്ളത്. എന്തായാലും അത്തരം മാറ്റങ്ങളൊക്കെയാണ് വരുന്നത്. വേറെ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാത്ത രീതിയിലുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഈ ഒരു 3-4 ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് 660ലും വരുന്നത്. ഇനിയുള്ള മാറ്റം 8 മുതൽ മേലേക്ക് പോകുമ്പോഴാണ്. HX660യുടെ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മുടെ HX7ലും വരിക. ചേഞ്ചസ് വരുന്നത് നമുക്ക് HX8 മുതലാണ് കേട്ടോ. 8 മുതൽ നമുക്ക് ഡ്രൈവർ സീറ്റ് 4-വേ പവർ അഡ്ജസ്റ്റ് ആവുന്നുണ്ടെന്നാണ് വലിയൊരു മാറ്റം. അതുമാത്രമല്ല മുൻവശത്തെ 2 സീറ്റുകൾ നമുക്ക് വെന്റിലേറ്റഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾ നമുക്കിത് സെൻട്രൽ കൺസോളിൻ്റെ ഭാഗത്തായിട്ട് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ 10 ആണ് ഫുൾ ഓപ്ഷനാണ് കാണുന്നത്. എന്തായാലും 2 വേരിയന്റിലും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കാണാൻ സാധിക്കും. നമുക്ക് 7 വരെയുള്ളത് മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണെങ്കിൽ നമുക്ക് ഓട്ടോ ഹോൾഡോട് കൂടിയിട്ടുള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ട്രാക്ഷൻ മോഡ്സ് വരുന്നുണ്ട്. അതിൽ സ്നോ, മഡ്, സാൻഡ് എന്നിങ്ങനെ. പിന്നെ ഡ്രൈവ് മോഡ്സ് എക്കോ, നോർമൽ, സ്പോർട്ട് എന്നിങ്ങനെ വരുന്നുണ്ട്. അതിൽ ട്രാക്ഷൻ മോഡ് നമുക്ക് 8ൽ വരുന്നുണ്ടെങ്കിലും ഡ്രൈവ് മോഡ് വരുന്നത് ടോപ്പ് എൻഡിൽ 10ൽ മാത്രമാണ് എന്നുള്ളതാണ്. അത് വരുമ്പോൾ നമുക്ക് ഇതേ ഡിസ്പ്ലേയിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ N8ൽ വരുന്നുണ്ട്. ഇനി N10ലേക്ക് വന്നാൽ, നമ്മളിപ്പോൾ ഈ കാണുന്ന N10ലേക്ക് വന്നാലുള്ള പ്രധാന മാറ്റം നിങ്ങൾ പരസ്യങ്ങളിൽ കാണുന്ന പോലെ 2 സ്ക്രീൻ കെർവ്ഡ് ആയിട്ട് വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ് കാണുന്നത്. ഇത് 10.4 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ മാറി നമുക്ക് ഇവിടെ ഒരു 12.4 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ 2 എണ്ണം, അതായത് MID 12.4, ഇൻഫർടൈൻമെൻറ്റ് 12.4, അങ്ങനെ വലിയൊരു സ്ക്രീനായിട്ട് ഇത് മാറുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ വരുന്ന മാറ്റം. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. സ്റ്റിയറിംഗ് കൺട്രോൾസിൽ നമുക്ക് ഇത് അഡാസിൻ്റെ കൺട്രോൾസ് കൂടി കയറി വന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ വരുന്നത്. ഇൻഫർടൈൻമെൻറ്റ് സൈസ് മാറിയപ്പോൾ ബോസിൻ്റെ പ്രീമിയം സ്പീക്കേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാഡ്ജിങ് ഒക്കെ കാണാം. നമുക്ക് 8 സ്പീക്കറോട് കൂടിയിട്ടുള്ള ബോസിൻ്റെ പ്രീമിയം സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. അതുപോലെ IRM ടെലിമാറ്റിക് സ്വിച്ചസ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് N10ലുള്ള ഫീച്ചേഴ്സ് ആണ് എന്നുള്ളതാണ് കേട്ടോ. ഫുള്ളി ലോഡർ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. അതും ഒരു 9,30,000 തുടങ്ങി 18.5 ലക്ഷം വരെയാണ് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വെന്യൂവിൻ്റെ ഒരു പ്രൈസ് റേഞ്ചും വരുന്നത്. അപ്പോൾ ഏകദേശം ഓരോ വേരിയന്റ് ഫീച്ചേഴ്സിന്റെ മാറ്റം നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഡിസ്ക്രിപ്ഷനിലെ പ്രൈസ് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ എടുക്കേണ്ട വേരിയന്റ്, ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി എഞ്ചിൻ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു
ടർബോ എഞ്ചിനാണ്. ടർബോ GDI എന്നുള്ള ബാഡ്ജ് കാണാം. ഒരു 1000cc 3 സിലിണ്ടർ പെട്രോൾ ടർബോ എഞ്ചിനാണ് വരുന്നത്. നമുക്കൊരു 120 PS 172 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. അത്യാവശ്യം വെന്യൂവിൻ്റെ എൻ ലൈനിലും നമുക്ക് ഈ ഒരു എഞ്ചിൻ ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. കിടിലൻ പെർഫോമൻസ് നമുക്ക് ഈ ഒരു എഞ്ചിൻ തരുമെന്ന് പറയാം. ഇനി നമ്മൾ ഇത്ര നേരം കുറേ ഫീച്ചേഴ്സ് കട്ടായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഞ്ചിൻ ഓപ്ഷൻ അതാണ് ഈ കാണുന്നത്. നമുക്കൊരു 1.2 ലിറ്റർ MPI എഞ്ചിനാണ്. ടർബോ ഇല്ല, നമുക്ക് നോർമൽ നാച്ചുറലി ആസ്പിറേറ്റർ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. 83 PS 116 Nm ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുക. നമുക്ക് ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു മൈലേജും ആ ഒരു ഫാമിലി യൂസ് പർപ്പസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു എഞ്ചിൻ ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം. ഇനി ഒരേപോലെ നമുക്ക് ടർബോൻ്റെ പെർഫോമൻസും വേണം, ഇതിൻ്റെ ഒരു മൈലേജും വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീസൽ പരിഗണിക്കാം. ഡീസൽ നമുക്കൊരു 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 116 PS 250 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള അത്യാവശ്യം എഫിഷ്യൻസി ഉള്ള കിടൽ എഞ്ചിനാണ്. കാരണം അത് എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടാണ് അതിന് ഇത്രയും പൊക്കി പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ 3 എഞ്ചിൻ ഓപ്ഷനിൽ വരുന്നുണ്ട്. ഇതിൽ ഈ ഒരു എഞ്ചിൻ മാനുവലായിട്ട് മാത്രമേ കിട്ടുള്ളൂ. ടർബോ എഞ്ചിൻ നമുക്ക് മാനുവലായിട്ടും അതുപോലെ തന്നെ DCT ആയിട്ടും കിട്ടുന്നുണ്ട്. ഡീസൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ 6 സ്പീഡ് മാനുവലായിട്ടും 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആയിട്ടും കിട്ടുന്നുണ്ട്. പ്രൈസ് ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഹ്യുണ്ടായി വെന്യൂ ഇഷ്ടമാണോ അല്ലെങ്കിൽ ഇത് ഏത് വേരിയൻ്റ് ആയിരിക്കും പരിഗണിക്കുക, ഫീച്ചേഴ്സും വിലയും കമ്പയർ ചെയ്യുമ്പോൾ നല്ലതാണോ എന്നുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. നമുക്ക് ഇത്രയും വാഹനങ്ങൾ ഒരുമിച്ച് ഇട്ട് തന്നത് തൃശ്ശൂരിലുള്ള ആപ്കോ ഹ്യുണ്ടായാണ്. അപ്പോൾ അവരോടൊരു താങ്ക്സും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാണ്. അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രൈസിനെ കുറിച്ചോ മറ്റു വാഹനത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ആണെങ്കിൽ ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.